നമസ്കാരം. നമ്മൾ ഈ പിക്കിൾസ് കാണിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ കൊണ്ടുള്ളതും കടുമാങ്ങ കൊണ്ടുള്ളതും അല്ലെങ്കിൽ ചെത്തുമാങ്ങ, നെല്ലിക്ക, ഈവൻ പപ്പായ കൊണ്ട് പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അധികം ആർക്കും അത്രയ്ക്ക് അറിയാത്ത ഒരു സാധനം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പിക്കിൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സ്വാദുള്ളൊരു വിഭവമാണിത്. ഗണപതി നാരങ്ങ എന്നാണ് ഇതിനെ പറയാ. എത്ര പേര് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഗണപതി നാരങ്ങ എന്ന് പറയുന്നത്. ഇതിങ്ങനെ മുറിച്ചിട്ട് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചു നോക്കുമ്പോൾ ഇതിന് അത്രയ്ക്ക് കയ്പൊന്നുമില്ല കേട്ടോ. സാധാരണ പച്ചപ്പപ്പായൊക്കെ നമ്മൾ കഴിക്കില്ല, അതുപോലെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ, പച്ചയ്ക്ക് വെറുതെ കഴിക്കാൻ സ്വാദാണ്. എന്നാൽ ഇത് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ തീയലോ അല്ലെങ്കിൽ അച്ചാറൊക്കെ ആക്കി കഴിയുമ്പോൾ ഒരു ചെറിയ കയ്പുണ്ടാവും, പക്ഷെ അത് ഒരു സ്വാദുള്ള കയ്പാണ്. ഇത് നെടുകെ മുറിച്ചു കഴിഞ്ഞാൽ വടുകപ്പുളി നാരങ്ങ പോലെ ഒട്ടും പുളിയില്ല ഇതിന്. അതാണ് ഇതിന്റെ പ്രത്യേകത. പുളിയേ ഉണ്ടാവില്ല. പിന്നെ അധികം കുരു ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ കുരു അവിടെ ഉണ്ടാവുള്ളൂ. ഇതൊരു വലിയ നാരങ്ങയാണല്ലോ. അപ്പൊ ഇതിന്റെ പകുതി മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. പകുതി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തൊലി ചെത്തിക്കളയണം. തൊലി കളഞ്ഞതിന് ശേഷം പരമാവധി കനം കുറച്ച് നീളത്തില് അരിഞ്ഞെടുക്കുകയാണ് അതിന്റെ ഒരു ഭംഗി. ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഇത് ഉപ്പും അത് കുറച്ചൊരു പുളിയും പുരട്ടി വെക്കണം. പുളി എന്ന് പറയുമ്പോൾ വാളംപുളി വെച്ചിട്ട് വാളംപുളിയിൽ തിളപ്പിച്ച് അത് വേവിച്ച് ചെയ്യണം വേറൊരു രീതിയുണ്ട്. അതല്ല ഞാൻ കാണിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പകുതി എടുത്തതിന് ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് വിനീഗർ ചേർക്കാം, ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോഴുള്ള അളവ് എന്ന് പറയുന്നത് 3 വലിയ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. വിനിഗർ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഞാൻ അത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ഉപ്പും നമ്മൾ ഒഴിച്ചിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിൽ ആ ഉപ്പുവെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. വേറെ വെള്ളം നമ്മൾ ചേർക്കണില്ല. ഇനി നല്ലെണ്ണ ഒരു 150 ml നല്ലെണ്ണ ചെറുതീയിൽ വെച്ചിട്ട് ചൂടാക്കണം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി. ഉലുവപ്പൊടി എന്ന് പറയുമ്പോൾ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടി. ഉലുവപ്പൊടിയുടെ അതേ അളവിൽ 3/4 ടേബിൾ സ്പൂൺ തന്നെ നല്ല കായപ്പൊടിയും. പൊടികളൊന്ന് നന്നായിട്ട് ചേർത്ത് കരിയാതെ നോക്കണം. ചെറുതീയിലാണ് തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപ്പുവെള്ളം ഇറങ്ങി വന്നിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ട് ഈ നാരങ്ങ, ഗണപതി നാരങ്ങ അരിഞ്ഞു വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ അതിനൊരു ചെറിയ രീതിയിൽ അതൊന്ന് ചൂടായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പൊ വേറെ വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ, അതുപോലെ വിനിഗറാണ് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് ഉണ്ടാവും കേട്ടോ. ചെറുനാരങ്ങ നീര് ചേർക്കണോണ്ട് ഇത് ഒരാഴ്ച വരെയൊക്കെ ഇരിക്കുള്ളൂ, കേടുവരാതെ ഇരിക്കുള്ളൂ. അതുപോലെ 1-2 ദിവസം ഇരുന്ന് ഒന്ന് മയപ്പെട്ടിട്ട് കഴിക്കുകയായിരിക്കും ഏറ്റവും സ്വാദ്. തൈരിന്റെ കൂടെയൊക്കെ കൂട്ടി ഉണ്ണാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്, വേറിട്ടൊരു വിഭവം തന്നെയാണ്. ഇങ്ങനെ ഗണപതി നാരങ്ങ തൊടിയിലൊക്കെ നിൽക്കുമ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ.